സോ ആപ്പിളിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ള 26.5 ചെയ്തു കഴിഞ്ഞ 5 ദിവസത്തെ യൂസേജിന് ശേഷമുള്ള എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്. അതോടൊപ്പം അപ്ഡേറ്റ് വീഡിയോയുടെ കമൻസിൽ വന്നിട്ടുള്ള എല്ലാ കമൻസും ഞാൻ വായിച്ചു നോക്കി. അതോടൊപ്പം ഇതുപോലുള്ള ഫോളോ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതിന് മുന്നേ ഇൻസ്റ്റഗ്രാമിൽ നമ്മളുടെ സ്ഥിരം പതിവാണ് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയുക എന്നുള്ളത്. അതിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രോബ്ലംസ് വളരെ കോമൺ ആയിട്ട് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. സോ ഈ ചോദ്യങ്ങളിൽ പ്രധാനമായിട്ടും പെർഫോമൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ, ബാറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ്, ക്യാമറ, മറ്റ് ബഗ്ഗുകൾ, ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും എങ്ങനെ നമുക്ക് ഈ പ്രോബ്ലത്തിനെ പരിഹരിക്കാം എന്നുള്ളതുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ വീഡിയോ ഫുള്ളായിട്ട് കാണുക, കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക, തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടുന്നതായിരിക്കും. കാരണം പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത്, വേറെ എവിടെയും വായിച്ചാൽ കിട്ടത്തില്ലാത്ത സാധനങ്ങളാണ്. സോ ആദ്യം തന്നെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഈ ഒരു 26.5 അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമുള്ള ഞാൻ ഈ ഒരു അപ്ഡേറ്റ് 16-ലും 17-ലും 13-ലും അതോടൊപ്പം മറ്റ് ഡിവൈസുകളിലെല്ലാം ട്രൈ ചെയ്ത് നോക്കി. എല്ലാ ഡിവൈസും നമുക്ക് ഒരുമിച്ച് ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. പക്ഷേ യൂസേഴ്സിൻ്റെ കമൻറ്റ്സ്, ഫീഡ്ബാക്ക്, അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള കാര്യങ്ങളോട് ചേർത്തിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ പെർഫോമൻസ് വൈസ് ഈ ഒരു അപ്ഡേറ്റിന് ശേഷമുള്ള ഓവറോൾ പെർഫോമൻസ് എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ മോശമായിട്ട് തോന്നിയിട്ടില്ല. പേഴ്സണലി വളരെ നല്ല പെർഫോമൻസ് ആണ്. മൈനർ ആയിട്ടുള്ള ബഗ്ഗുകൾ അല്ലെങ്കിൽ ഗ്ലിച്ചുകൾ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, കാരണം കൂടുതൽ യൂസേഴ്സിൻ്റെ കമൻസിലും തന്നിട്ടുള്ള ഫീഡ്ബാക്കിലും എനിക്ക് അങ്ങനെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ട് ഒരു കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ ഇഷ്യൂ എന്ന് പറയാൻ സാധിക്കുന്നില്ല. കമൻസ് വായിക്കുമ്പം രസകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ആൾക്കാരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, iPhone 13 അപ്ഡേറ്റ് ചെയ്താൽ എങ്ങനെയുണ്ട്, 12 ചെയ്താൽ എങ്ങനെയുണ്ട്, 15, 17, 13, 14 ചെയ്താൽ എങ്ങനെയുണ്ട്. സോ ഇങ്ങനൊരു ചോദ്യം ചോദിക്കുമ്പോൾ എനിക്കറിയാം അപ്ഡേറ്റ് ചെയ്താൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അവരുടെ കൺസേൺ കൊണ്ട് ചോദിക്കുന്നതാണ്. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ഒരാളുടെ ഡിവൈസിൽ സെയിം ഡിവൈസ് തന്നെ നിങ്ങൾക്കൊണ്ട് ആ ആളുടെ ഡിവൈസിൽ അപ്ഡേറ്റ് ചെയ്തു, അവർക്ക് ഇന്ന പ്രോബ്ലംസ് ഉണ്ടായി എന്ന് കരുതി നിങ്ങളുടെ ഡിവൈസിലും അതേ പ്രോബ്ലം ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഇൻഡിവിജ്വൽസ് ആണ്. നമുക്കെല്ലാവർക്കും ഓരോ വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. നമുക്ക് ക്യാരക്ടേഴ്സ് ഉള്ള പോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിനും അതിനൊരു ക്യാരക്ടറുണ്ട്. ഫോർ എക്സാമ്പിൾ വാഹനം എടുത്താൽ, ആ വാഹനം നമുക്കെല്ലാവർക്കും വാഹനമുണ്ട്. പക്ഷെ നമ്മൾ കെയർ ചെയ്യുന്ന പോലെ ഇരിക്കും നമ്മളുടെ വാഹനം എങ്ങനെയുണ്ട്, ലുക്കിലാണെങ്കിലും അതിൻ്റെ ഫീലിലാണെങ്കിലും പെർഫോമൻസിലാണെങ്കിലും അത് വരുന്നത്. അലമ്പായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് അലമ്പായിട്ട് തന്നെ ആയിരിക്കും. അതല്ല, നമ്മൾ നീറ്റായിട്ട് ക്ലീനായിട്ട് പക്കായിട്ടാണ് വാഹനം യൂസ് ചെയ്യുന്നതെങ്കിൽ അതനുസരിച്ചുള്ള പെർഫോമൻസും അതനുസരിച്ചുള്ള ലുക്കും ആയിരിക്കും അതിന് കിട്ടുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മളുടെ യൂസേജ് അനുസരിച്ചിരിക്കും ആ ഡിവൈസിൻ്റെ പെർഫോമൻസ് ആയാലും അതിൻ്റെ ഒരു ക്യാരക്ടർ ആയാലും. ഇനി ഇതിൻ്റെ ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വരുമ്പം ബാറ്ററി ഹെൽത്ത് ഞാൻ ആദ്യം കാണിച്ചു തരാം. 98% ആണ് ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത്. ആൻഡ് സൈക്കിൾ കൗണ്ടും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, 212 ആണ്. സോ 200 ആണ് സൈക്കിൾ കൗണ്ട് വരുന്നത്. അതോടൊപ്പം ബാറ്ററി ഹെൽത്ത് 98 എന്ന് പറയുന്നത് മോശമല്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ റഫ് യൂസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. വളരെ റഫ് യൂസ്. നിങ്ങളോട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുമെങ്കിലും ഞാൻ ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ടും പല കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഭാഗമായിട്ട് ഞാൻ റഫായിട്ട് തന്നെയാണ് ഡിവൈസ് യൂസ് ചെയ്യുന്നത്. എന്നിട്ടും വലിയ കുഴപ്പമില്ലാത്തൊരു ബാറ്ററി ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ ഇതാണ് ബാറ്ററിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ഇനി ബാറ്ററി പെർഫോമൻസിനെ പറ്റി പറയുമ്പോൾ എനിക്ക് മൈൽഡായിട്ടുള്ള രീതിയിൽ ബാറ്ററി ട്രെയിനിങ് ഉണ്ടായിരുന്നു. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം അത്യാവശ്യം മൈൽഡായിട്ടുള്ള, അല്ലാതെ ഓവറായിട്ടുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് ട്രെയിൻ ആയി പോകുന്ന ഒരു ഇഷ്യൂ ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇന്നലെ ബാറ്ററി റീസെറ്റ് ഓൾ സെറ്റിങ്സ് കൊടുത്തു. അപ്പോൾ ഒരു 2 to 3 days എന്തായാലും എടുക്കും ബാറ്ററി ഒന്ന് റീകാലിബ്രേറ്റ് ചെയ്ത് വരാൻ. സോ ഇപ്പം നോക്കിയാൽ മനസ്സിലാവും എൻ്റെ ബാറ്ററി ചാർജ് ഞാൻ അപ് ടു 90% ആണ് ചാർജ് ചെയ്തത്, അതും രാവിലെ 9 മണി വരെ. ഇപ്പോഴത്തെ എൻ്റെ ബാറ്ററി പെർസെൻറ്റേജ് നിങ്ങൾക്ക് കാണാം 56 ആണ്. സോ ഈ ഒരു ലെവലിൽ ഇപ്പം സമയം 2:30 ആയിരുന്നു. സോ ഈ ഒരു ടൈം റേഞ്ചൊക്കെ വെച്ച് എൻ്റെ ഒരു യൂസേജ് വെച്ച് നോക്കുവാണെങ്കിൽ എങ്ങനെ പോയാലും ഒരു 8 മണി 9 മണി ആകുമ്പം 20% താഴെ ഡിവൈസ് എത്തിയിരിക്കും. സോ അങ്ങനെ നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, റീകാലിബ്രേഷനൊക്കെ ഇച്ചിരി കൂടെ ബെറ്റർ ആയി കഴിയുമ്പം ഒരു 2, 3, 4 ദിവസമൊക്കെ കഴിയുമ്പം ഡിവൈസ് പഴയ പോലെ പക്കായിട്ടുള്ള ഒരു ബാറ്ററി പെർഫോമൻസ് ഔട്ട്പുട്ട് നമുക്ക് തരുന്നതായിരിക്കും. പണ്ട് ആരോ പറഞ്ഞ പോലെ ക്ഷമ ആട്ടിൻ സൂപ്പിൻ്റെ ബലം ചെയ്യും എന്ന് പറഞ്ഞ പോലെയാണ്. സോ നിങ്ങൾ ഈ ഒരു അപ്ഡേറ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇതുവരെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള യൂസേഴ്സിന് വേണ്ടി ഞാൻ പറയാം, ഇതൊരു മികച്ച അപ്ഡേറ്റ് തന്നെയാണ്. പ്രത്യേകിച്ചും അടുത്ത മാസം iOS 27 റിലീസ് ചെയ്യാൻ പോവാണ്. സോ ആ ഒരു സാഹചര്യത്തിൽ പെർഫോമൻസ് വൈസ് ഈ ഒരു അപ്ഡേറ്റിൽ മികച്ച രീതിയിലുള്ള ഒപ്റ്റിമൈസേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി ഇറ്റ്സ് വർത്ത് അപ്ഗ്രേഡിങ്. പ്രത്യേകിച്ചും നല്ല രീതിയിലുള്ള ബഗ്ഗുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ iTunes ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്യാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. താഴെ ഡിസ്ക്രിപ്ഷനിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഡിസ്ക്രിപ്ഷനിൽ iTunes ഉപയോഗിച്ച് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ള വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ഫുള്ളായിട്ട് നിങ്ങൾ കാണുക. ഇനി യൂസർ ഫീഡ്ബാക്കിലേക്ക് വരുമ്പോൾ ഒന്നാമത്തെ കാര്യം, അപ്ഡേറ്റ് പോപ്പപ്പ് ആകുന്നില്ല അല്ലെങ്കിൽ അപ്ഡേറ്റ് കാണിക്കുന്നില്ല എന്നുള്ള പരാതി.
നിങ്ങൾ ചെയ്യേണ്ടത് നെറ്റ്വർക്ക് കണക്ഷൻ സ്റ്റേബിൾ ആണോ നോക്കുക. നെറ്റ്വർക്ക് കറക്റ്റാണ് എന്നുണ്ടെങ്കിൽ സെറ്റിംഗ്സിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് ഇപ്പം ബീറ്റ അപ്ഡേറ്റ്സ് നിങ്ങൾ എനേബിൾ ചെയ്ത് വെച്ചേക്കുവാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി 26.5 അപ്ഡേറ്റിലായിരിക്കും നിങ്ങളുടെ ഡിവൈസ് റൺ ആകുന്നത്. സോ ആ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ വാൾപേപ്പറുമായിട്ട് ബന്ധപ്പെട്ടാണ്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ വാൾപേപ്പർ എങ്ങനെയാണ് ആനിമേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഇത് ആ വീഡിയോയിൽ തന്നെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് പ്രൈഡ് വാൾപേപ്പറാണ്. സെറ്റിംഗ്സിൽ വാൾപേപ്പർ ഓപ്ഷനിൽ നിങ്ങൾ പോവുക. വാൾപേപ്പർ ഓപ്ഷനിൽ പുതിയ ആഡ് ന്യൂ വാൾപേപ്പർ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പം പ്രൈഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. ആ പ്രൈഡ് വാൾപേപ്പറിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ വാൾപേപ്പേഴ്സ് എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. ഏറ്റവും അവസാനം പോയി കഴിഞ്ഞാൽ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് കാണിച്ചാണ്. ഇതിനോടൊപ്പം വാൾപേപ്പർ സാച്ചുറേഷൻ്റെ ഇഷ്യൂ പല യൂസേഴ്സും മെൻഷൻ ചെയ്തതായിട്ട് ഞാൻ കണ്ടു. ഇപ്പം ഞാനിവിടെ ഒരു വാൾപേപ്പർ ആപ്പിളിൻ്റെ പ്രൈഡ് വാൾപേപ്പർ അല്ലാതെ മറ്റൊരു വാൾപേപ്പറാണ് സെറ്റ് ചെയ്തേക്കുന്നത്. സോ ലോക്ക് സ്ക്രീനിൽ ആ വാൾപേപ്പർ നിങ്ങൾക്ക് കാണാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അതേ സെയിം ക്വാളിറ്റിയിലും അതേ സെയിം കളേഴ്സിലുമാണ് നമുക്ക് ഹോം സ്ക്രീനിലും കിട്ടുന്നത്. എനിക്ക് അങ്ങനെ വലിയ വ്യത്യാസങ്ങളൊന്നും ഈ ഒരു വാൾപേപ്പേഴ്സ് തമ്മിൽ തോന്നിയിട്ടില്ല. പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. സെറ്റിങ്സിൽ അല്ലെങ്കിൽ ഈ ഒരു കസ്റ്റമൈസേഷൻ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഒരു ഡിമ്മായി കിടക്കുന്നത് ഈ ഒരു സംഭവം, ഈ വീല്, ഇത് ഡിമ്മായിട്ടാണ് കിടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ഡിം കളറായിരിക്കും വരുന്നത്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ക്യാമറയുടെ ഇഷ്യൂസാണ്. സോ ക്യാമറയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് ഇപ്പോൾ ഒന്നും തുടങ്ങിയതല്ല, നേരത്തെ മുതലുള്ളതാണ്. സോ പ്രത്യേകിച്ചും ഈ ഒരു ക്യാമറ ലെൻസ് സ്വിച്ച് ചെയ്യുന്നതിൻ്റെ ഇഷ്യൂ എനിക്ക് അങ്ങനെ വലിയ കാര്യമായിട്ടുള്ളൊരു ലെൻസ് സ്വിച്ചിൻ്റെ ഇഷ്യൂ ഫീൽ ചെയ്തിട്ടില്ല. അതോടൊപ്പം തന്നെ ക്യാമറ ക്ലാരിറ്റി, ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ ആ ക്വാളിറ്റി ഇല്ല, അല്ലെങ്കിൽ ക്ലാരിറ്റി പഴയ പോലെ ഇല്ല എന്നുള്ളത് ഇത് സ്ഥിരം കേൾക്കുന്നൊരു കാര്യമാണ്. ഞാൻ പറയാറുള്ളതാണ്, അത് ഇമേജ് പ്രോസസ്സിങ്ങിൻ്റെ ബഗ്ഗാണ്. സോ ഇമേജ് പ്രോസസ്സിങ്ങിന് ബഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഡിവൈസ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ചുമ്മാ നിങ്ങൾ ഡിവൈസ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കുക. ചെയ്തതിന് ശേഷം ഒരു ഇമേജ് എടുത്ത് നോക്കുക. അങ്ങനെ നമുക്ക് ഈ പ്രോബ്ലം പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇനിയിപ്പം റീസ്റ്റാർട്ട് കൊണ്ട് പരിഹരിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ റീസെറ്റ് ഓൾ സെറ്റിംഗ്സ് നിങ്ങൾ അവസാന കൈയായിട്ടൊന്ന് ചെയ്ത് നോക്കുക. ഇനി ഫോട്ടോസിൻ്റെ കാര്യം പറയുമ്പം എടുക്കുന്ന ഇമേജസിൽ സൂം ചെയ്യുമ്പം ഇതുപോലെ ഗ്രീൻ ഡോട്ടുകൾ വരുന്നു എന്നുള്ള കാര്യം ഇത് പലരും എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. ഇത് സംഭവം വളരെ കോമൺ ആണ്. ഇത് ലെൻസ് ഫ്ലെയർ, അതായത് നമ്മളുടെ ലെൻസിൽ ഉണ്ടാകുന്ന ലൈറ്റ് വന്ന് അടിച്ചിട്ടുണ്ടാകുന്ന ഫ്ലെയർ കൊണ്ടാണ് നമുക്ക് ഇതുപോലെ ഗ്രീൻ ഡോട്ടുകൾ വരുന്നത്. ഇത് വളരെ കോമൺ ആയിട്ടുള്ളൊരു ഐഫോണിൻ്റെ മാത്രമല്ല മിക്ക സ്മാർട്ട് ഫോണിലും ഉണ്ട്. എന്നാൽ ആപ്പിളിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ iPhone 17 Pro സീരീസിലേക്കൊക്കെ വന്നപ്പം ആപ്പിൾ അത്യാവശ്യം ബെറ്ററായിട്ട് ഒരു ലെൻസ് ഫ്ലെയർ ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് എന്ന് വേണം പറയാൻ. എങ്കിലും ഉണ്ട്. ഇത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അത് റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു എഡിറ്റ് ഓപ്ഷനിൽ പോയിട്ട് ക്ലിയർ അപ്പിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് ഇത് ഇങ്ങനെ ക്ലിയർ ചെയ്ത് കൊടുക്കാനേ പറ്റത്തുള്ളൂ. അല്ലാതെ വേറെ അതിനകത്തൊന്നും ചെയ്യാനില്ല. ഇതിങ്ങനെ നമുക്ക് ഈസിലി ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് ലെൻസ് ഇഷ്യൂ ആണ്, ലെൻസ് ഫ്ലെയറിൻ്റെ ഇഷ്യൂ ആണ്, അല്ലാതെ ക്യാമറയ്ക്ക് കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ സെൻസറിൻ്റെ ഇഷ്യൂ ഒന്നുമല്ല. സിമ്പിളായിട്ട് തന്നെ പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. 3, ഇൻസ്റ്റഗ്രാമിലും വാട്സാപ്പിലും പുതിയ UI വന്നിട്ടില്ല എന്നുള്ളത് പല യൂസേഴ്സും കംപ്ലയിൻറ്റ് ചെയ്തൊരു കാര്യമാണ്. സോ ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ വാട്സാപ്പ് ആയിക്കോട്ടെ അതിൽ പുതിയ വാട്സാപ്പിൻ്റെ UI അല്ലെങ്കിൽ ലിക്വിഡ് ഗ്ലാസിൻ്റെ UI വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട, എനിക്കും വന്നിട്ടില്ല. കാരണം ഇതൊരു വലിയ യൂസർ ബേസ് ഉള്ള ആപ്ലിക്കേഷൻസ് ആയതുകൊണ്ട് തന്നെ പതുക്കെ ചില യൂസേഴ്സിന് റോൾ ഔട്ടായി ലഭിക്കുന്നതേ ഉള്ളൂ. സോ ടൈം എടുക്കും. അടുത്ത അപ്ഡേറ്റിലോ ചിലപ്പോൾ നമ്മൾ അറിയത്തു പോലുമില്ല, ഓട്ടോമാറ്റിക്കലി ആ ഒരു റീഡിസൈൻഡ് UI അല്ലെങ്കിൽ ലിക്വിഡ് ഗ്ലാസ് UIയിലേക്ക് വരുന്നതായിരിക്കാം. അത് പതുക്കെ റോൾ ഔട്ടായി വരുന്നുള്ളൂ. അതോടൊപ്പം തന്നെ RCSൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം ഇപ്പം ഞാൻ ഒരു ഷോർട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏത് ആപ്ലിക്കേഷൻ്റെ സെറ്റിങ്സിലേക്ക് നമുക്ക് വളരെ എളുപ്പം തന്നെ പോകാം. ജസ്റ്റ് ഈ ഷോർട്ട് കട്ട് ആക്സസ് ചെയ്താൽ മതി. ഇതിൽ ടെക്സ്റ്റ് മെസ്സേജിങ്ങിൻ്റെ താഴെയായിട്ട് RCS കാണാം. RCS നമുക്ക് എനേബിൾ ചെയ്ത് എങ്ങനെ നമുക്ക് iPhone to iPhone അല്ലെങ്കിൽ iPhone to Android യൂസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ വീഡിയോ, താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോ ഇത് എനേബിൾ ആയിട്ടില്ല അല്ലെങ്കിൽ വർക്ക് ആകുന്നില്ലാത്തവർക്ക് ആ വീഡിയോ ഫോളോ ചെയ്ത് കാര്യങ്ങൾ കൃത്യമായിട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. പിന്നെ വളരെ കോമൺ ആയിട്ട് കണ്ട മറ്റൊരു ബഗ് അല്ലെങ്കിൽ ഇഷ്യൂ എന്ന് പറയുന്നത് നെറ്റ്വർക്ക് സംബന്ധമായിട്ടുള്ള ഇഷ്യൂ ആണ്. പ്രത്യേകിച്ച് ജിയോ സിം അപ്ഡേറ്റിന് ശേഷം നോ സർവീസ് ഇഷ്യൂ പല ആളുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫോഴ്സ് റീസ്റ്റാർട്ട് ചെയ്തു, അവർ റീസെറ്റ് ഓൾ നെറ്റ്വർക്ക് സെറ്റിംഗ്സ് ഒക്കെ ചെയ്തിട്ടും ഈ ഒരു സിം വർക്ക് ആകുന്നില്ല. എന്നാൽ ഈ സിം ഈ ഡിവൈസിൽ നിന്ന് ഊരി മറ്റേതെങ്കിലും ഫോണിലോ അല്ലെങ്കിൽ ഡിവൈസിൽ ഇടുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല, വർക്ക് ആകുന്നുണ്ട്. പക്ഷേ തിരികെ ഫോണിലിടുമ്പം അത് വർക്ക് ആകുന്നില്ല. സോ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സൊല്യൂഷൻസ് ഒക്കെ ചെയ്തിട്ടും അത് സോൾവ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്ന സിമ്മിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സിം, ഇപ്പോൾ ജിയോ ആണെങ്കിൽ ജിയോയുടെ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. അതൊന്ന് വാങ്ങിയിട്ട് നോക്കുക. മേ ബി ഈ പ്രോബ്ലം പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. കാരണം എനിക്കും പേഴ്സണലി ഇതേ സെയിം പ്രോബ്ലം വന്നപ്പോൾ ഞാൻ ഇതാണ് ചെയ്തത്. പ്രോബ്ലം അവിടെ വെച്ച് സോൾവ് ആയി. പിന്നെ ഹെഡ് യൂണിറ്റിൽ അല്ലെങ്കിൽ കാർപ്ലേ ഉപയോഗിക്കുമ്പോൾ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഹെഡ് യൂണിറ്റിൽ കോൾ വരുന്നില്ല അല്ലെങ്കിൽ കാർപ്ലേയിൽ കോൾ കാണിക്കുന്നില്ല എന്നുള്ള പ്രോബ്ലം
ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിവൈസ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കുക, ഈ പ്രോബ്ലം പരിഹരിക്കാൻ സാധിക്കും. മൈനർ ആയിട്ടുള്ള ഗ്ലിച്ചുകളാണ്, അതൊന്നും വലിയ കാര്യമില്ല. പിന്നെ വാട്സാപ്പുമായിട്ട് ബന്ധപ്പെട്ട് വാട്സാപ്പിൻ്റെ നോട്ടിഫിക്കേഷൻസ്, വാട്സാപ്പ് ചിലപ്പോൾ യൂസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് വന്നതിന് ശേഷം കുറേ നേരം കഴിഞ്ഞിട്ടായിരിക്കും നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് സെറ്റിങ്സ്, ജനറൽസ്, അതിൽ ഏറ്റവും താഴെ റീസെറ്റിൻ്റെ ഓപ്ഷനിൽ ഈ ഏറ്റവും അവസാനത്തെ റീസെറ്റ് ലൊക്കേഷൻ ആൻഡ് പ്രൈവസി എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ, ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഈ ഒരു പ്രോബ്ലം നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അവസാനമായിട്ട് ഹീറ്റിങ്ങിൻ്റെയും ഡ്രെയിനിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ റീസെറ്റ് ഓൾ സെറ്റിങ്സ് ചെയ്യാം. പിന്നെ ഹീറ്റ് ആകുന്നതിൻ്റെ കാര്യം ഈ പറഞ്ഞ പോലത്തെ നല്ല ക്വാളിറ്റി ഉള്ള കേബിൾസോ അഡാപ്റ്റേഴ്സോ എല്ലാം യൂസ് ചെയ്യുന്നെങ്കിൽ ചാർജിങ്ങിൻ്റെ ടൈമിലും അത്യാവശ്യം ഹീറ്റ് വരും. ഈ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റും നമ്മുടെ ബാറ്ററി ഹെൽത്തിനെ ബാധിക്കും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളും അതോടൊപ്പം നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വീഡിയോ കൊടുത്തിട്ടുണ്ട്. അതിൽ ബാറ്ററി ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ടിപ്സും ബാറ്ററി പെർഫോമൻസ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക.